ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലായ്പ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് മെസ്സേജ് അയക്കൂ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ഫ്രീഡത്തിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഇടപെടുന്ന സമൂഹത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവാം, ഇനി അതുപോലെ നിങ്ങളുടെ വീട്ടിലാകാം, ഒക്കെ നിങ്ങൾക്ക് ഇന്നൊരു ഫ്രീഡം കിട്ടുന്ന എനർജിയാണ്. മനസ്സിലായി? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, അത് മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം, അതുവഴി നിങ്ങൾക്ക് മാനസികമായ സന്തോഷം ലഭിക്കുന്നുണ്ടാവണം. മനസ്സിലായി? അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യം നിങ്ങൾ ഇപ്പോൾ ഇടപെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നുണ്ട്. അവർ നിങ്ങളെ അഭിനന്ദിക്കുന്ന എനർജിയുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് ഉയരത്തിൽ കാണാനുള്ള സാധ്യതയുമുണ്ട്. ഉയരത്തിൽ കാണുക എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു ഉയർന്ന സ്ഥാനം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാനം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കാനും ഇവിടെ സാധിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് ഇൻഡ്യൂഷൻ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഏത് വിധത്തിൽ പോകണം, മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉള്ളിൽ നിന്നും മറുപടി ലഭിക്കുന്നതായിട്ടും, അങ്ങനെ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് എന്താണ് നമുക്ക് നോക്കാം. ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ കർമ്മ കുറച്ചൊക്കെ റിലീസ് ആവുന്നുണ്ട്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കൊരു രണ്ടാമത്തെ ജന്മമാണ്. രണ്ടാമത്തെ ജന്മം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ രണ്ടാമത്തെ അധ്യായം. ജീവിതത്തിന്റെ രണ്ടാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ അധ്യായത്തിൽ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ പാഠം മുഴുവനും കൊള്ളരുതാത്തതായിരുന്നു. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാകില്ല. അഥവാ അല്ല എങ്കിൽ നിങ്ങളെ മോശം സാഹചര്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാവാം. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളായിരിക്കാം. രണ്ടാമത്തെ പാഠം പഠിക്കുമ്പോഴോ ഒരുപാട് ഇഷ്ടമുള്ള, സന്തോഷമുള്ള ചില കാര്യങ്ങൾ അതിലേക്ക് വരുന്നതായിട്ടും കാണാം. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമൊക്കെ ഇപ്പോഴൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മോശ സാഹചര്യങ്ങളാവാം. ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ മോശകരമായ സാഹചര്യങ്ങളെ. അവിടെ നിന്നും നിങ്ങൾ ഒരുപാട് അപേക്ഷിച്ചിട്ടുണ്ട് ദൈവത്തോട്. എനിക്ക് ഇനിയും നല്ലൊരു ജന്മം തരണേ, ഇനിയെങ്കിലും നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ എന്നെ അനുവദിക്കണമേ. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ആ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ലാതെ ആവണം ദൈവത്തെ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ കളങ്കമില്ലാത്ത വ്യക്തികളായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അനുഭവങ്ങൾ വരുന്നതും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവണം ഡിവൈനോട്. അപ്പോഴാണ് നിങ്ങൾക്ക് രണ്ടാമതൊരു ചാപ്റ്റർ തരുന്നത്. നിങ്ങളുടെ നല്ല പ്രവർത്തികൾക്കുള്ള ഒരു നീതി എന്ന് പറയുന്നത് പോലെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് കുറെ സന്തോഷങ്ങൾ തരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കുറെ സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കാം, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാം, വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കാം. സന്തോഷകരമായ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം. മനസ്സിലായോ? അതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് എന്താണ്? അടുത്തതായിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഓടിപ്പോകുന്ന സിംഹത്തെ വരെ പിടിച്ച് മെരുക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്താണ് പറ്റാത്തത്? അതിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് എന്തൊക്കെ ആയുധങ്ങളാണ്? ക്ഷമയെന്ന് പറയുന്ന ആയുധം, സ്നേഹം എന്ന് പറയുന്ന ആയുധം, ദയ, ഇച്ഛാശക്തി, മനോദാർഢ്യം,
ഫോക്കസ് ചെയ്യൽ, ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ഇവിടെ. അതെനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്ക് എന്തൊക്കെ പ്രവർത്തിക്കാമോ, പ്രയോജനപ്പെടുത്താമോ, അത്തരത്തിലുള്ള വികാരങ്ങളെ എല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇവിടെ അത് നേടിയെടുക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ല എങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ അതിലേക്ക് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സ്ട്രെങ്ത് നേടിയെടുക്കാൻ കഴിയും. കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് ഐശ്വര്യം വരും, നിങ്ങളിലേക്ക് അനന്തമായ ദൈവികമായ എനർജി നിങ്ങളിലേക്ക് ലഭിക്കും, ദൈവികമായ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങളിലേക്ക് മറ്റു ചില കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന എനർജി എന്ന് പറയുമ്പോഴാണ് നിങ്ങളിലേക്ക് പല കാര്യങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ലഭിക്കുന്നത്. ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിക്കുന്നു. ഇന്നർ സ്ട്രെങ്ത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും സാധിക്കുകയില്ല. നേടണം ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അത് നേടാനുള്ള ധൈര്യം ഉണ്ടാവണം, അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. ചങ്കൂറ്റം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഇന്നർ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, പവർഫുൾ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കണം. അലസത വിചാരിച്ചാൽ ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റില്ല. അതുമല്ല നാളെ ആട്ടെ മറ്റന്നാളാട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു കാര്യവും സാധിക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അത്രമാത്രം പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും പല കാര്യങ്ങളിലും. ഇവിടെ പല വിധത്തിലുള്ള വെല്ലുവിളികളെ, നിസ്സാരമായ ചില വെല്ലുവിളികളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത്, ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിരാശയിലിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ല. പറഞ്ഞില്ലേ, ആഗ്രഹിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല, ആഗ്രഹിക്കുന്ന ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ അതിനുള്ള സമയമാകുമ്പോൾ മാത്രമാണ് അത് ലഭിക്കുന്നത്. അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും. ഇവിടെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന, ഇങ്ങനെ നിരാശ അനുഭവിച്ചിരിക്കുന്നതിലും ഭേദം ദൈവാനുഗ്രഹമുണ്ടോ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചോയ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ടോ, അതിനെ സ്വീകരിക്കാനും കൂടെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്നത് മജിഷ്യന്റെ എനർജിയാണ്. മജിഷ്യൻ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സാധ്യമാകും. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശസ്തിയിലേക്ക്, ഇവിടെ അനന്തതയുടെ സിമ്പലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ സ്ട്രെങ്തിനും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഐശ്വര്യ സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വയ്ക്കാനുള്ള എനർജിയാണ്. നല്ലൊരു തുടക്കത്തിലേക്ക്, ജീവിതത്തിന്റെ നല്ലൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ നേടിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടാവണം, ആ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുതന്നെ ജീവിതത്തിന്റെ ഒരു തുടക്കമാവണം. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിൽ പവർ വർദ്ധിക്കുന്നു, നിങ്ങൾക്ക് കൂടുതൽ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെയോ 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ വളരെയധികം ഫാസ്റ്റിലാണ് നിങ്ങളുടെ ആക്ഷൻ വരുന്നത് എന്ന് കാണുന്നുണ്ട്. വളരെയധികം ഫാസ്റ്റിൽ പവർഫുൾ ആണ് നിങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്പീഡിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള റീയൂണിയൻ ആവണം. ഇനി അതുമല്ല, ഏതെങ്കിലും ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നതാവാം നിങ്ങളുടെ കരിയർ ഫീൽഡിൽ. മനസ്സിലായി? നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ച് നോക്കിയിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴായിരിക്കാം വന്നു ചേരുന്നത്. ചിലപ്പോൾ പ്രൊമോഷൻ ആവാം, ചിലപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊരു സ്ഥലം മാറ്റമാകാം. അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തക്കതായ ചില കാര്യങ്ങൾ ഒരുക്കി കൂട്ടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ചില ഉല്ലാസ യാത്രകൾ സഫലമാകുന്നുണ്ട്. അങ്ങനെ നമുക്കിവിടെ പറയാം. റീയൂണിയൻ, അതുപോലെ റീകൺസിലേഷൻ നടക്കുന്നു. നോ കോണ്ടാക്ട് അവസ്ഥയിലിരിക്കുന്ന ചില ദമ്പതികളുമായിട്ട്, അല്ലെങ്കിൽ ലവേഴ്സ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർക്കും എല്ലാം ഒരു റീയൂണിയൻ, അടുത്ത് കാണാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒന്നിച്ചു കൂടാനുള്ള ഒരു സാധ്യത ഇവിടെ നിന്ന് വരുന്നുണ്ട്.
അതിന് മൂവ്മെന്റ് വളരെയധികം ഫാസ്റ്റിലാണ്. വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. എന്തായാലും ശരി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ന് പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ അറിയാതെ മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുന്ന ആ എനർജി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് എന്ന് വരുന്നുണ്ട്. ഇവിടെ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്, സൈലന്റ് മൂഡാണ്. ചിലപ്പോൾ സൈലന്റ് മൂഡ് ആവാം, ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ആവാം. സൈലന്റ് മൂഡിൽ ഇരുന്ന് തന്നെ വേണമല്ലോ മെഡിറ്റേഷൻ ചെയ്യാൻ, അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം എന്ന്. അപ്പോൾ അതിനായിട്ട് എന്താണ് വേണ്ടത്? ചില കാര്യങ്ങൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി എന്തോ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഉൾവെളിച്ചം നേടിയെടുക്കാനും അത് കാണാനും നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെ മുന്നോട്ട് ഒരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ ഭൗതികപരമായ കുറെ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം പുതിയൊരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പുതിയതായിട്ടൊരു പ്രണയം ഒന്നുകിൽ നിങ്ങൾക്കാവാം, അല്ലെങ്കിൽ നിങ്ങളോട് മറ്റാർക്കെങ്കിലും ആവാം. അതെന്താണ്? ഇവിടെ 5 അരുവികളും നിറഞ്ഞു കവിയുന്നു എന്നുള്ളതാണ്. ഒരു കപ്പിന്റെ 5 വശത്തൂടെയും ഇവിടെ നിറഞ്ഞു കവിയുന്നുണ്ട് സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വികാരം. അത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം, അതായത് ഒരു ഡിവൈൻ എനർജിയാണത്. മനസ്സിലായി? ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്ന് പറയാം. അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരോടൊക്കെയോ തോന്നുന്നതാവാം, നിങ്ങളോടും ആർക്കെങ്കിലും തോന്നുന്നതാവാം. മനസ്സിലായി? ഇനി അഥവാ പിണങ്ങിയിരിക്കുന്നവർ തമ്മിൽ പുതിയതായിട്ട് ഒത്തുകൂടി മുന്നോട്ട് പോകുന്ന എനർജിയും ആവാം. ഒറക്കിൾ കാർഡ്സ് കൂടെ ബോട്ടം വന്നിരിക്കുന്നത് മെച്യൂരിറ്റിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു മെച്യൂരിറ്റി അനുഭവപ്പെടുന്നതായിട്ടും, എന്താണ് ഏതെങ്കിലും ചില കാര്യങ്ങൾ മോശമായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുന്നതായിട്ടും, പുതിയ നല്ല ചില കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഹീലിംഗ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഹീലിംഗ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ കണ്ടില്ലേ, ഓരോ ഭാഗത്തും ശരീരത്തിന്റെ ഓരോ ഭാഗവും ഹീല് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഉണ്ടായെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കതൊക്കെ ഹീലാവുന്നതായിരിക്കാം. നിങ്ങൾ തന്നെ സ്വയം വിചാരിക്കുന്നുണ്ടാവാം, ഇതൊക്കെ ഇനി അനുഭവിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഇനി ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, ഈ എനർജി എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവണം. ഇനി അതുമല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ ഒരു ഹീലിംഗ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനായിട്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുവഴി നിങ്ങൾക്കൊരു ഉയർച്ച സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇവിടെയോ ഇന്നർ വോയിസ് ആണ്, കണ്ടില്ലേ? എന്തുകൊണ്ടാണ് ഹീലിംഗ് പെട്ടെന്ന് നടക്കണമെങ്കിൽ ഇന്നർ വോയിസ് ഉണ്ടാവണം. ഹീലിംഗ് ഇവിടെ പെട്ടെന്ന് നടക്കുന്നുണ്ട് നിങ്ങളിൽ പലർക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇന്നർ വോയിസ് ഉള്ളതുകൊണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ഇവിടെ കണ്ടില്ലേ, ഹെർമിറ്റിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? ഇന്നർ വോയിസ് ആണ്. ഇന്നർ വോയിസ്, അതുപോലെ തന്നെ ഇന്നർ ലൈറ്റ്, ഉള്ളിലെ വെളിച്ചം ലഭിക്കുന്നുണ്ട്, ഉൾവിളികൾ ഉണ്ടാവുന്നുണ്ട്, ഹൃദയം പരിശുദ്ധമാകുന്നുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട വഴി നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും, ബോധ്യപ്പെടും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ്. ഇവിടെ ഫൈറ്റിംഗ് ആണ്. ഇന്നർ വോയിസ് ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ സ്വയം ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. കണ്ടില്ലേ? ഹീലിംഗ് സംഭവിക്കുന്നു, ഫൈറ്റിംഗ് സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫൈറ്റിംഗ് ആണ്. മറ്റ് പല പരാജയങ്ങളോടും പല പ്രതിസന്ധികളോടും പ്രശ്നങ്ങളോടും ഒക്കെ ഒന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള കഴിവ്. അപ്പൊ ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ മടി പിടിച്ചിട്ടുണ്ടാവണം, എനിക്കത് വേണ്ട, എനിക്കത് വയ്യ എന്നൊക്കെ പറഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടാവണം. പക്ഷെ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യം വരുന്നതായിട്ടാണ് കാണുന്നത്.
ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ നിങ്ങൾ മടി പിടിച്ചിരുന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഉച്ച കഴിയുമ്പോഴാവാം നിങ്ങൾക്ക് പുതിയൊരു എനർജി ലഭിക്കുന്നത്, അല്ലെ? അങ്ങനെയും വരാവില്ല. ചില സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉന്മേഷം ലഭിക്കുന്നുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ നേടുന്നതുമായിരിക്കാം ചില എനർജീസ് ഒക്കെ. അങ്ങനെ ഒരു ജീവിതത്തിലെ വിജയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഗിൽറ്റ് എന്താണ്? പല കാര്യങ്ങൾ, പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, അതിലൊരു പശ്ചാത്താപം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. കുറ്റബോധമുണ്ട്. എങ്ങനെയുള്ളവർക്കാണ് കുറ്റബോധം വരുന്നത്? നല്ല വ്യക്തികൾക്ക് മാത്രമേ കുറ്റബോധം വരൂ. എല്ലാ വ്യക്തികൾക്കും കുറ്റബോധം വരില്ല. ഒരുപാട് ഒരു പ്രശ്നവുമില്ലാതെ, അല്ലെങ്കിൽ ഒരു ഉളുപ്പുമില്ല, അല്ലെങ്കിൽ ഒരു പേടിയുമില്ലാതെയാണ് പലരും കള്ളം പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ? നല്ല മനക്കരുത്താണ് കള്ളം പറഞ്ഞൊക്കെ ജയിക്കാൻ പലർക്കും നല്ല സാമർഥ്യമാണ്. പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താണ് അതിലൊരു കുറ്റബോധം അനുഭവിക്കുക. ആ കുറ്റബോധം വരുന്നത് എങ്ങനെയുള്ളവർക്കാണ്? നല്ല വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ്. നല്ല വ്യക്തികൾക്ക് മാത്രമേ കുറ്റബോധം ഉണ്ടാവൂ. ചെയ്തു പോയതിൽ പശ്ചാത്തപിക്കുക, കുറ്റബോധം അനുഭവിക്കുക. ചെയ്ത കുറ്റത്തിൽ അവർക്ക് ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിലൊരു ബോധം ഉണ്ടാകുന്നു. അത് ഏറ്റുപറയാനും തയ്യാറാവും. ചിലരൊക്കെ അത് ഏറ്റുപറയാൻ തയ്യാറാവും. മറ്റു ചിലരൊക്കെയോ എന്തായാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ഏറ്റുപറയാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഈഗോ കാണിച്ചിരിക്കും. പക്ഷെ ഇവിടെ കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകുന്നു. അത് ഏറ്റുപറയേണ്ടവരോട് ഏറ്റുപറയുകയും ചെയ്യും. പരസ്പരമുള്ള ബന്ധത്തിൽ, റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ എന്താണ് ഏറ്റവും നല്ല ഒരു എനർജിയാണ് ചെയ്തു പോയതിനെ കുറിച്ച് പശ്ചാത്തപിക്കുക, അതിലൊരു കുറ്റബോധം ഉണ്ടാവുക, എന്നിട്ടോ അത് തൻ്റെ പങ്കാളിയോട് തുറന്നു പറയുക. അങ്ങനെയാണെങ്കിൽ വളരെ നല്ല ഒരു കണക്ഷനിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വരാൻ സാധിക്കും. നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിന്റെ ബോണ്ടിങ് വളരെയധികം ശക്തമായിട്ട് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അല്ല എങ്കിൽ എല്ലാം ഉള്ളിലൊതുക്കി എനിക്കിതൊന്നും പറഞ്ഞിട്ട് യാതൊരു ആവശ്യവുമില്ല എന്നുള്ള ഈഗോ മൈൻഡോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. കുറ്റബോധം അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെയോ ഇന്റൻസിറ്റിയാണ്. അതായത് ചെയ്തതിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. മനസ്സിലായി? പല കാര്യങ്ങളുടെ ആഴത്തിൽ അത് മുങ്ങിത്തപ്പി അതിൻ്റെ വേര് കണ്ടെത്തി അതിനെ ഉന്മൂലനാശനം ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും ഉണ്ട്. ഏത് പ്രശ്നങ്ങളുടേത്. ഇവിടെ റിസപ്റ്റിവിറ്റിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയോ ചില ഗിഫ്റ്റുകൾ ലഭിക്കാനുള്ള സാധ്യത. അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതുമാകാം. ചില നിങ്ങളുടെ ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്നതും ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നതും ഡിവൈൻ ഗിഫ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവാം. ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം എന്തോ ഒന്ന് സംഭാവനയാ, അല്ല എങ്കിൽ എന്തോ ഒന്ന് നിങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റ് തരാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. മനസ്സിലായോ? അത് നമുക്ക് നോക്കാവേ. ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം. ഇതൊന്നും എടുക്കാവേ. ട്രീ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ അഫയേഴ്സ് വിത്ത് യുവർ ഫാമിലി. ഓൾഡർ മാൻ വന്നിരിക്കുന്നു. ഡീലിംഗ്സ് ഫോർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ മാൻ. ബ്രിഡ്ജ് ആണ്. സക്സസ്ഫുള്ളി ഓവർകമ്മിങ് എ പ്രോബ്ലം. 3 മതി. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഈഗിളാണ്. ട്രയംഫ് ഓവർ ട്രബിൾസ് ഒബ്സ്റ്റക്കിൾസ്. വളരെ നല്ല എനർജിയാണ്. ഇപ്പം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കൂടിച്ചേരാൻ ആരെങ്കിലും വന്നേക്കാം. മനസ്സിലായോ? ഏതെങ്കിലും ബന്ധുക്കളൊക്കെ നിങ്ങളോട് ഒന്ന് ചേരാൻ വരുന്ന എനർജി ആവാം. ഇവിടെ ഓൾഡർ മാൻ, പഴയ ഒരു പ്രായമുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സോ റിലേഷൻഷിപ്പോ കൂടാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. ഇനി ചലഞ്ചസിനെ ഒക്കെ മറികടക്കാനുള്ള, ഓവർകം ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തെ മറികടക്കാനുള്ള സാധ്യതയാണ് ഇന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അത് വളരെയധികം വിജയകരമായിട്ട് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു ചില പ്രശ്നങ്ങളെ. മനസ്സിലായ? അതാണ് ഇവിടെ ബ്രിഡ്ജ് വന്നിരിക്കുന്നത്. ഇവിടെ ഈഗിൾ പറയുന്നതും അതാണ്. വളരെ പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ, ഒബ്സ്റ്റക്കിൾസിന് മുകളിലൂടെ പറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നു. നല്ല ഒരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ആർക്കെങ്കിലും പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.